അദ്ദേഹം ഈ തഹ്ലിയ നടത്തി. പിന്നെയാണ് തഹ്ലിയ. എന്താ ഈ തഹ്ലിയ? അതാണ് വമാലിയ ലാ അഅ്ബുദുല്ലദീ ഫതറനി വഇലൈഹി തുർജഊൻ. അദ്ദേഹത്തിൻ്റെ ശൈലി നോക്കി നിങ്ങൾ. ഈ സാഹിബ് യാസീൻ അല്ലെങ്കിൽ ഈ ഹബീബ് നജ്ജാർ എന്ന് പറയുന്ന വ്യക്തിയുടെ ശൈലി. അദ്ദേഹം പറയാണ് വമാലിയ ലാ അഅ്ബുദു അല്ലദീ ഫതറനി. ഫതറനി എന്ന് പറഞ്ഞാൽ എന്നെ സൃഷ്ടിച്ചു. അല്ലദീ ഫതറനി എന്നെ സൃഷ്ടിച്ചവൻ. ലാ അഅ്ബുദു ഞാൻ ആരാധിക്കുകയില്ല. മാലിയ മാലിയ എന്ന് പറഞ്ഞാൽ എനിക്കെന്ത് പറ്റി എന്നാണ്. എനിക്കെന്ത് പറ്റി. വമാലിയ എനിക്കെന്ത് പറ്റി. ലാ അഅ്ബുദു ഞാൻ ആരാധിക്കുന്ന അല്ല അല്ലദീ ഫതറനി എന്നെ സൃഷ്ടിച്ച ഒരുവനെ. ഈ ഫതറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖലഖ സൃഷ്ടിച്ചു എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷേ ഫതറൻ്റെ ഒരു ഖലഖയിലേറെ ഒരു അർത്ഥമുണ്ട്. അതെന്താണെന്നറിയോ? ഇല്ലായ്മക്കപ്പുറം സൃഷ്ടി നടത്തുന്നതിനാണ് ഫതറ പറയുക. ഇല്ലാത്തൊരു സംഗതി പടക്കുന്നതിനാണ് ഫതറ പറയുക. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല എന്ന് പറയണത് എനിക്ക് ഈ ഫതറയുടെ അർത്ഥം വശം ഉണ്ടായിരുന്നില്ല. അങ്ങനെ രണ്ട് അറാബികൾ തർക്കിക്കുന്നത് കേട്ടു ഒരു കിണറിൻ്റെ വിഷയത്തിൽ. അപ്പോൾ കിണറിൻ്റെ വിഷയത്തിൽ തർക്കിക്കുമ്പോൾ ഒരാൾ പറഞ്ഞു ഞാനാണ് ആദ്യം ഈ കിണർ കണ്ടത്. അപ്പോൾ മറ്റേ അറാബി പറയാണ് അനല്ലദീ ഫതർതുഹു. ഇവിടെ കിണറുണ്ടായിരുന്നില്ല, ഞാനാണ് അതിനെ കുഴിച്ചത്. അപ്പോൾ ഇബ്നു അബ്ബാസ് പറയണു എനിക്ക് മനസ്സിലായപ്പോൾ ഫതറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലായ്മക്കപ്പുറം ഉണ്മ പകരുന്നവൻ, ഇല്ലാത്ത ഒന്നിനെ സൃഷ്ടി നടത്തുന്നവനാണ് ആര്? ഫാത്തിർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫാത്തിറാണ്. അപ്പോൾ ഫതറനി എന്നെ സൃഷ്ടിച്ചു, അല്ലദീ എന്നെ സൃഷ്ടിച്ചവൻ. അങ്ങനെ ഉള്ളവനെ വമാലിയ ലാ അഅ്ബുദു എന്തുകൊണ്ട് ഞാൻ ആരാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്നെ സൃഷ്ടിച്ച ഒരുവനെ ആരാധിക്കുവാൻ എനിക്കെന്ത് തടസ്സം. അതാണ് വമാലിയ ലാ അഅ്ബുദുല്ലദീ ഫതറനി എന്ന് പറഞ്ഞാൽ എന്നെ സൃഷ്ടിച്ചവനായ അള്ളാഹുവെ ആരാധിക്കാതിരിക്കാൻ എനിക്ക് എന്താണ് തടസ്സം? എന്താ തടസ്സം? അതാണ് ഈ ശൈലിയുടെ പ്രത്യേകത. എന്ത് സംഗതിയാണ് എന്നെ സൃഷ്ടിച്ചവനെ ആരാധിക്കുന്നതിന് തടസ്സമാകുന്നത്? അങ്ങനെ തടസ്സമാകേണ്ട ഒരു കാര്യമല്ലല്ലോ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് നോക്കി വഇലൈഹി തുർജഊൻ. വഇലൈഹി അവനിലേക്ക് മാത്രമാകുന്നു തുർജഊൻ നിങ്ങൾ മടക്കപ്പെടുന്നത്. തുർജഊൻ നിങ്ങൾ മടക്കപ്പെടുന്നു ഇലൈഹി അവനിലേക്ക്. ഇലൈഹി എന്നുള്ളത് തുർജഊന ഇലൈഹിയാണ്. അവനിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്നു എന്നാണ്. പക്ഷേ അവനിലേക്ക് മാത്രം എന്നുള്ള അർത്ഥം കിട്ടാനാണ് ഇലൈഹി തുർജഊൻ ഇലൈഹിയെ മുദ്ദിപ്പിച്ചത്. ഇവിടെ നോക്കി നിങ്ങൾ അവനിലേക്ക് മാത്രം മടക്കപ്പെടുന്നു എന്നുള്ളത് പറഞ്ഞു. അവിടെ നിങ്ങൾ. എന്നാൽ ആരാധനയുടെ വിഷയം പറഞ്ഞപ്പോൾ ഞാൻ. വമാലിയ ലാ അഅ്ബുദുല്ലദീ ഫതറനി എന്നെ സൃഷ്ടിച്ചവനെ ഞാൻ ആരാധിക്കാതിരിക്കാൻ എന്താ തടസ്സം? എന്നെ തടയുന്നത് എന്താണ്? ഒന്നും തടയില്ല. അതുകൊണ്ട് ഞാൻ എന്നെ സൃഷ്ടിച്ചവനെ ആരാധിക്കൂ എന്നുള്ള അർത്ഥത്തിൽ. അവിടെ നിങ്ങൾ ആരാധിക്കാൻ എന്ന് പറഞ്ഞില്ല, ഇവിടെ നിങ്ങൾ മടക്കപ്പെടും എന്ന് പറഞ്ഞു. അതെന്തിനാ? അത് നിങ്ങൾ ആരാധിക്കുന്നതിന് എന്ത് നിങ്ങൾക്ക് തടസ്സം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കും. കാരണം അവർക്ക് കുറേ ആരാധ്യന്മാരുണ്ട്. അപ്പോൾ ആ ആരാധ്യന്മാരെ വിട്ടിട്ട് നിങ്ങളെ സൃഷ്ടിച്ചവനെ മാത്രം ആരാധിക്കണം എന്ന് പറയുമ്പോൾ അവർ പ്രശ്നം ഉണ്ടാക്കും. അപ്പം അദ്ദേഹം പറയുന്നത് എന്നെ സൃഷ്ടിച്ചവനെ ആരാധിക്കാതിരിക്കാൻ എനിക്ക് എന്താണ് തടസ്സം? ഒരു തടസ്സമല്ല. അതുകൊണ്ട് ഞാൻ എന്നെ സൃഷ്ടിച്ചവനെ മാത്രമേ ആരാധിക്കൂ എന്ന് പറയുമ്പോൾ അവർ വായിക്കണം എന്ത്? എന്നെ സൃഷ്ടിച്ചവനാണ് അവരെയും സൃഷ്ടിച്ചത്, അത് അവർ സമ്മതിക്കണമാണ്. ഖാലിഖ് സൃഷ്ടാവ് അല്ലാഹുവാണ് എന്നുള്ളത്. അതുകൊണ്ട് സൃഷ്ടിച്ചവനാരോ അവനെ ആരാധിക്കണം, അതിനൊന്നും തടസ്സമല്ല എന്ന് അവർ വായിക്കാനുള്ള ഒരു ശൈലിയാണ് അദ്ദേഹം പ്രയോഗിച്ചത്. എന്നാൽ അവനിലേക്ക് മാത്രം നിങ്ങൾ മടങ്ങുന്നുള്ളത് അവർക്ക് വലിയ പ്രശ്നമുള്ളൊരു വിഷയമല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു വൈലൈഹി തുർജഊൻ അവനിലേക്ക് മാത്രമാകുന്നു നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യുന്നത്. അള്ളാഹു മാത്രം ആരാധിക്കപ്പെടണം എന്നുള്ള ആശയം അവരിലേക്ക് എത്തണം, അത് അവരിൽ ഫലിക്കണം, അത് അവരിൽ സ്വാധീനം ചെലുത്തണം. അപ്പോൾ അതിന് അദ്ദേഹത്തിൻ്റെ ശൈലിയാണ്. അവനാണ് സൃഷ്ടിച്ചത്, അതുകൊണ്ട് അവൻ മാത്രമേ ആരാധിക്കാവൂ. അവനെ ആരാധിക്കാതിരിക്കാൻ എനിക്ക് തടസ്സമാകുന്നത് എന്താണ്? അതൊക്കെ ഒരു സുന്ദരമായ ശൈലിയാണ് അറബി ഭാഷയിൽ.